ലോട്ടോസ്റ്റീനികൾ ഞാൻ 14 വർഷം കൊണ്ട് എഴുതിയ പുസ്തകമാണ്. സാധാരണ എന്ത് എഴുതിയാലും ഞാൻ എഴുതുന്ന ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം വന്നു കഴിഞ്ഞ് പെട്ടെന്ന് അതിന് സമയം കണ്ടുപിടിച്ച് വേഗം അങ്ങ് എഴുതുകയാണ് പതിവ്. പക്ഷെ ഇത് കുറെ 14 വർഷം മുമ്പ് എനിക്കിങ്ങനെ ഒരു ആലോചന ഉണ്ടായി ഈ ടീമിനെ കുറിച്ച്. പിന്നെ ഞാൻ അപ്പത്തൊട്ട് എഴുതി തുടങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കും, പിന്നെ വീണ്ടും എടുത്ത് എഴുതും, അങ്ങനെ എഴുതിക്കളയും, പിന്നെ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങും. അങ്ങനെ എഴുതി തീർത്ത ഒരു പുസ്തകമാണ് ലോട്ടോസ്റ്റീനികൾ. അതിപ്പം 3 വർഷത്തിൽ കൂടുതലായി റിലീസ് ചെയ്ത്. എനിക്കൊന്ന് എക്സാക്ട്ലി 3-4 വർഷമായിട്ടുണ്ടാവും. ഇത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ തൃശ്ശൂര് ASP ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു ചെറിയ ക്യാമ്പയിൻ ഞാൻ നടത്തിയായിരുന്നു. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും പോയി മയക്കുമരുന്നിനെതിരെ ഒരു ചെറിയ ടെലിഫിലിം ഉണ്ടാക്കി അത് കാണിക്കുകയും ഒരു ഡോക്ടർ, ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ, ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ, അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ്, ഞാൻ ഇവരെല്ലാവരും കൂടെ ചെന്ന് ഒരു ക്ലാസ് എടുക്കുകയും ഒരിക്കലും മയക്കുമരുന്നിന് നിങ്ങൾ അടിമകളാകരുതെന്ന് പറഞ്ഞിങ്ങനെ ഒരു അവയർനെസ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുകയും അതിനൊരു റിപ്പോർട്ട് എഴുതി ഞാൻ അന്ന് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ക്യാമ്പയിൻ നടത്തിയ ശേഷം മയക്കുമരുന്നിന്റെ ഉപയോഗം നല്ല കേസുകൾ തന്നെ ഒരുപാട് പകുതിയിലധികം കുറഞ്ഞായിരുന്നു ആ ജില്ലയിൽ തന്നെ. ഭയങ്കര കഷ്ടപ്പെട്ട് നടത്തിയ ഒരു ക്യാമ്പയിനാണ്. പക്ഷെ ഇതിന് ശേഷം തന്നെ എല്ലാവരും എന്നെ അനുമോദിച്ചപ്പോൾ ഒരു സീനിയർ ഓഫീസർ വളരെ പുച്ഛമായിട്ട് പരിഹാസത്തോടു കൂടി പറഞ്ഞു, ഇത് ഒന്നാമത് പോലീസിന്റെ ജോലിയല്ല, രണ്ടാമത്തത് മയക്കുമരുന്നിനെതിരെ ഒരിക്കലും ആരും പോലീസ് ഓഫീസറും എക്സൈസ് ഓഫീസറും പെരുമാറരുത്, ഒരു കേസ് എടുക്കരുത്, ഒരിക്കലും അത് പിടിക്കരുത്, അത് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കണം. കാരണം ഒരുപാട് പോപ്പുലേഷൻ ബൂമുള്ള ഒരു സ്ഥലമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ലാവിഷായിട്ട് മയക്കുമരുന്ന് സർക്കാർ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് ആളുകൾക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കണം, നിയന്ത്രണമൊക്കെ എടുത്ത് കളയണം. അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ പോപ്പുലേഷൻ അങ്ങ് കുറഞ്ഞു കിട്ടും, ആളുകൾ ചത്തോട്ടെ. അപ്പൊ ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്, സൂസൈഡ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. അപ്പം ചീത്തയായിട്ടുള്ളവർ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ അടിമകളായിട്ടുള്ളവരൊന്നും സമൂഹത്തിൽ ഇപ്പൊ കാണൂലല്ലോ, നല്ലവർ മാത്രമല്ല അവശേഷിക്കുകയുള്ളൂ എന്നൊരു ടീം അദ്ദേഹം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരുന്നു പോയി. കാരണം എന്റെ മനസ്സിൽ എന്ന് പറയുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളുടെ മനസ്സിലൊരു മയക്കുമരുന്നിന്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത്, കാരണം ഇതിന് അടിമ ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിമയാകും. കൂടാതെ അതിനു വേണ്ടി പിന്നെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ളവർ ചെയ്യുന്നുണ്ട്. അപ്പൊ സമൂഹം കുറ്റവിമുക്തമാക്കണമെങ്കിൽ മദ്യവും മയക്കുമരുന്നും ഒരുപാട് കുറച്ചാലേ കുറ്റവിമുക്തമാക്കാൻ പറ്റുള്ളൂ, നല്ല മനുഷ്യരെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആശയത്തിന് ഘടകവിരുദ്ധമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കത് ആഘാതമുണ്ടാക്കി. അത് എത്രയോ വർഷം മുമ്പ് 1990 നടന്ന സംഭവമാണ്. അപ്പൊ ആ സമയം തൊട്ട് ഞാനിരുന്ന് മനസ്സിലിങ്ങനെ തോന്നുന്ന ഒരു കഥയാണ്. ഇങ്ങനൊരു സപ്പോസ് ഒരു സീനിയർ ഓഫീസറല്ലേ, പോലീസ് ഓഫീസറല്ലേ പറഞ്ഞുള്ളൂ, ഇതിന് മന്ത്രിക്ക് തോന്നിയാലോ, കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹം ഈ മയക്കുമരുന്നിന്റെ കൺട്രോൾ ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുള്ള അതിന്റെ ഒരു എക്സൈസിന്റെ ഒരു മന്ത്രി, അല്ലെങ്കിൽ ഇത് നശിപ്പിക്കണം എന്നുള്ള ഒരു നിയോഗമുള്ള ഒരു മിനിസ്റ്റർ, അദ്ദേഹം അത് ഇതുപോലൊരു ചിന്ത ഉണ്ടായാൽ എന്തുമാത്രം ഭീകര അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഒരു പോലീസ് ഓഫീസർ ലൈക്ക് മീ, എന്നെ പോലെ ചിന്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ, ഈ മയക്കുമരുന്നിനെ എതിരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പടപൊരുതിക്കൂടെ നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അവർ രണ്ടുപേരും തമ്മിൽ ക്ലാഷ് ആയാൽ എങ്ങനെയിരിക്കും, അതിൻ്റെ ഇടയിൽ ഒരു പെണ്ണും കൂടെ വന്നാൽ എങ്ങനെയിരിക്കും എന്നൊക്കെ ആലോചിച്ച് എഴുതിയതാണ് ഈ പുസ്തകം. ഇത് ഒരുപാട് എഫേർട്ട് എടുത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് തൃപ്തി തന്ന പുസ്തകമാണ്. ഒരുപാട് പാളിച്ചകളും പിഴകളും ഉണ്ടെന്നറിയാം, പക്ഷെ ഇത് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് എഴുതിയ ഒരു പുസ്തകമായതുകൊണ്ട് ഇറ്റ്സ് എ വെരി ഡിയർ ബുക്ക് ടു മീ. ഞാൻ എഴുതിയ പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന്റെ പേരായിരിക്കും പറയുക. പിന്നെ ലോട്ടോസ് എന്താണ്, ജീവികൾ എന്താണെന്നൊക്കെ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് ഇങ്ങനെ ഒരു തലക്കെട്ട് തന്നെ ഇടാൻ കാരണം എന്നുള്ളത്. ഇതുപോലുള്ളൊരു ജീവിതം നേരിട്ട് കണ്ടിട്ടില്ല, അത് കൂടുതലും ഭാവനയാണ്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ചൊരു ഷോർട്ട് ഫിലിം എടുത്തു, ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തു എന്നുള്ളത്. അപ്പൊ അതിന് ഞാൻ ഇതുപോലുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അവര് ഈ ആശുപത്രികളിൽ പോയി അവരെ ചികിത്സ നടത്തുന്ന സ്ഥലങ്ങളിൽ പോലും നടന്ന് ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള 2-3 പേരെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് ഈ ഡോക്യുമെന്ററി ഫിലിം തന്നെ എടുക്കാൻ അന്ന് എനിക്ക് പറ്റിയത്. പക്ഷെ റിയൽ ലൈഫിൽ ഇങ്ങനെ ഉപയോഗിച്ച് മരിച്ച് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല.